എല്ലാവർക്കും സൈബർടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു ഇതാണ് നമ്മുടെ വാപ്പറൈസർ. അതായത് നമ്മുടെ ആവി പിടിക്കുന്ന മെഷീൻ. ഇത് നമ്മുടെ ഇപ്പോൾ മെഡിക്കൽ ഷോപ്പുകളൊന്നും വാങ്ങാൻ കിട്ടാനില്ല, കൊറോണ ആയത് കാരണത്താൽ. അപ്പം ഇത് വളരെയധികം ക്ഷാമമുണ്ട്. ഒരുപാട് പേര് നമ്മളെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യലെന്ന്. അപ്പോൾ ഇത് തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഇതിപ്പോൾ കൊറോണ ആയതുകൊണ്ട് ഒരുപാട് പേർക്ക് ആവശ്യമുണ്ട്. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്കിത് എങ്ങനെ ഒരു വാപ്പറൈസർ അഥവാ നമ്മുടെ ആവി പിടിക്കുന്ന മെഷീൻ നിർമ്മിച്ചെടുക്കാമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് നിർമ്മിക്കുന്നത്. നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യണം, കാരണം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇത് മറ്റൊരാൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെല്ലൈക്കനും കൂടി ഓൺ ആക്കി വെക്കുക. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് എടുക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യണം മറ്റുള്ളവർക്ക്. നിങ്ങൾക്കില്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തായാലും ഉപകാരപ്പെടുമെന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ടിന്ന്. ഈ ടിന്ന് നമ്മുടെ ചുടുവെള്ളമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഉരുകാത്ത രൂപത്തിലുള്ളൊരു ടിന്നാവണം, എങ്കിൽ ചൂടാകുമ്പോൾ ഇത് ഉരുകിപ്പോകും. പിന്നെ നമ്മുടെ കോപ്പറിൻ്റെ 2 കമ്പി, പിന്നെ 2 സ്ക്രൂ, പിന്നെ നമുക്കൊരു PVC പൈപ്പിൻ്റെ പീസ്. ഇത്രയാണ് നമുക്കിതിന് ആവശ്യമുള്ളത്. പിന്നെ ഒരു വയറും കൂടെ വേണം നമുക്ക് കണക്ഷൻ കൊടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വയർ വേണം. ഇനി നമുക്ക് ആദ്യം ഈ ഒരു കമ്പി എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വളച്ച് കൊടുക്കാം. അത് എന്തിനാണ് വളക്കുന്നത് വെച്ചാൽ നമുക്ക് ആ PVC പൈപ്പിനുള്ളിൽ കറക്റ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വളക്കുന്നത്. അത് നിങ്ങൾക്ക് അതിൽ സെറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും എന്തിനാണ് വളച്ചിട്ടുള്ളതെന്ന്. അപ്പം അതുപോലെ 2 കമ്പിയും നമ്മൾ വളക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 കമ്പി നമ്മൾ വളച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ വളക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ സ്ക്രൂ ചെയ്ത് വെക്കാനുള്ളതാണ് 2 കമ്പിയും. അതൊരിക്കലും 2 കമ്പിയും ടച്ച് ആകാൻ പാടില്ല. പക്ഷേ അത് 2 കമ്പിയും അടുത്തടുത്തായിരിക്കണം വെക്കേണ്ടത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നവർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഒരു കമ്പി ഈ പൈപ്പിനുള്ളിലൂടെ കിട്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു സ്ക്രൂ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണിത് ഫിറ്റ് ചെയ്യുന്നതെന്ന്. നമ്മൾ എന്ത് ചെയ്തു, ഒരു കമ്പി അവിടെ സ്ക്രൂ ചെയ്ത് വെക്കുകയാണ്. ഈ ഒരു സ്ക്രൂവിലാണ് നമ്മൾ ഒരു കണക്ഷൻ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെയാണ് മറ്റേ സ്ക്രൂവും ചെയ്യുമ്പോഴും മറ്റേ സ്ക്രൂവിൽ ഈ ഒരു ഷേപ്പിലാണ് നമ്മളിത് കമ്പി വെക്കേണ്ടത്. തട്ടാൻ പാടില്ല. ഏകദേശം അടുത്തടുത്തായിട്ടാണ് വെക്കേണ്ടത്. ഒരിക്കലും ആ കമ്പി രണ്ടും കൂട്ടിമുട്ടാൻ പാടില്ല. ഈ 2 സൈഡിലെ സ്ക്രൂവിലാണ് നമ്മൾ എന്ത് ചെയ്യുക, കണക്ഷൻ കൊടുക്കേണ്ടതും. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, MC-യിൽ വെച്ച് അല്ലെങ്കിൽ നല്ല ഗമ്മ് വെച്ച് ഒട്ടിച്ച് കൊടുക്കണം. നമുക്കൊരു ചെറിയ പീസ് PVC പൈപ്പ് കൂടെ ആവശ്യമുണ്ട്. നമുക്ക് ആ ടോപ്പിൻ്റെ മുകളിൽ വെക്കാനായിട്ടുള്ളതാണ്. ആവി പുറത്തോട്ട് വരാനുള്ള പൈപ്പാണിത്. ഇത് നമുക്ക് ആ മൂടിയുടെ മേലെ വെക്കാനുള്ള ഒരു PVC പൈപ്പാണ്. ചെറിയൊരു PVC പൈപ്പിൻ്റെ പീസ് മതി നമുക്ക്. നമ്മൾ ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കുപ്പിക്ക്, ഈ മൂടിക്ക്. ആ മൂടിയുടെ മേളിലായിട്ടാണ് ഈ ഒരു PVC പൈപ്പ് വെക്കേണ്ടത്. അപ്പോൾ ചെറിയൊരു PVC പൈപ്പ് മതി. ഈ PVC പൈപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി. ഇനി അതിൻ്റെ ചുറ്റുഭാഗത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു വലിയ PVC പൈപ്പ് വരേണ്ടത്. സെൻട്രലായിട്ട് ഒട്ടിച്ച് വെക്കാനുള്ളതാണ്. ഇതിലൂടെയാണ് ആവി പുറത്തോട്ട് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പൈപ്പ് സെൻട്രൽ, നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റ് സെൻട്രലായിട്ടാണ് നമ്മൾ വെക്കേണ്ടത്. ഇവിടെ സ്ക്രൂവിൻ്റെ അവിടെ വരെ ഒരിക്കലും വെള്ളം ഒഴിക്കരുത്, മേൽഭാഗത്തായിട്ടാണ് വരേണ്ടത്. ഇവിടെ കമ്പി തട്ടാനും പാടില്ല, കോപ്പറിൻ്റെ കമ്പി 2 കൂട്ടിമുട്ടാൻ പാടില്ല, പക്ഷെ അടുത്തായിരിക്കണം നിൽക്കേണ്ടത്. ഇനി നമുക്ക് ഈ വയർ ഇതിനുള്ളിലൂടെ ഇട്ട് കൊടുത്തിട്ട് 2 സ്ക്രൂവിനും കണക്ഷൻ കൊടുക്കാം. ഇതിൽ വരുന്ന 2 വയറും 2 സ്ക്രൂവിനാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത്. 2 സൈഡിലുള്ള ഓരോ സ്ക്രൂവിന് ആയിട്ടാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത്.
വളരെ സിമ്പിളാണ് നിർമ്മിക്കാൻ. ഏതൊരാൾക്കും ഇത് നിർമ്മിക്കാം. വളരെ വലിയ കോസ്റ്റ് ഒന്നും വരുന്നില്ല. വളരെ സിമ്പിളാണ് നിർമ്മിക്കാൻ. അപ്പം 2 കമ്പിക്ക് നമുക്ക് കണക്ഷൻ കൊടുത്തു. ഇനി വർക്ക്. അപ്പോൾ നമ്മുടെ ഇവിടെ വെള്ളമാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും വെള്ളം എത്രയാണ് ആക്കിയിരുന്നത്. ഒരിക്കലും നിറച്ച് വെള്ളം ഒഴിക്കരുത്. നിറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് ഷോർട്ടാവും. അപ്പം ആ കമ്പി തട്ടുന്ന രൂപത്തിലാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത്. ഇപ്പം നമ്മൾ ഓണാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും ആവി പോകുന്നത്, പുക പോകുന്നത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ നല്ല കാറ്റുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു പാറുന്നുണ്ട്. എന്തായാലും വളരെ സിമ്പിളാണ് നിർമ്മിക്കാൻ. വലിയ കോസ്റ്റ് ഒന്നും വരുന്നില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ ആശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാം. ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐഡിയും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിലൂടെ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, കൂടെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഷോർട്ട് ബ്രേക്ക്.